വെസ്റ്റ് ബാങ്കിലെ ഇസ്രയേലിൻ്റെ അധിനിവേശം ചരിത്രപ്രസിദ്ധമായ നക്ബയെ അനുസ്മരിപ്പിക്കുന്നതാണ്. വെസ്റ്റ് ബാങ്കിൽ ഇപ്പോൾ നടക്കുന്ന റെയ്ഡുകൾ 1948 ഇസ്രയേൽ ഭരണകൂടത്തിൻ്റെ സ്ഥാപനത്തെ ചുറ്റിപ്പറ്റിയുള്ളതാണ്. അതിനുശേഷം ഫലസ്തീനികൾ പ്രതിഷേധിച്ചപ്പോൾ, അവർ ഉയർത്തെഴുന്നേറ്റപ്പോൾ അവരുടെ പ്രതിഷേധത്തിനെതിരെയുള്ള അടിച്ചമർത്തലുകൾ എല്ലാമാണ് ഫലസ്തീൻ രാഷ്ട്രീയത്തെ രക്തപങ്കിലമായ അവസ്ഥാവിശേഷണത്തിലേക്ക് കൊണ്ടുപോയത്. ജൂത തലവനായ ഡേവിഡ് ബെൻ ഗൂറിയോൺ 1948 മെയ് 14 ഇസ്രയേൽ സ്ഥാപിതമായി പ്രഖ്യാപിച്ചത്. ഇതേ തുടർന്ന് എല്ലാ വർഷവും മെയ് 15 ഫലസ്തീനികൾ നഖബ അഥവാ ദുരന്തം എന്നാണ് ആ ദിവസത്തെ വിശേഷിപ്പിക്കുന്നത്. ഒരു ദിവസത്തിന് ശേഷം പൊട്ടിപ്പുറപ്പെട്ട ഇസ്രയേലും അറബ് സൈന്യവും തമ്മിലുള്ള യുദ്ധത്തിൽ 7 ലക്ഷത്തോളം ഫലസ്തീനികൾ പലായനം ചെയ്യുകയോ അവരുടെ വീടുകളിൽ നിന്ന് പുറത്താക്കപ്പെടുകയോ ഒക്കെ ചെയ്തു. യുദ്ധാനന്തരം ഫലസ്തീനികളെ അവരുടെ വീടുകളിലേക്ക് മടങ്ങാൻ ഇസ്രയേൽ അനുവദിച്ചില്ല. നിലവിൽ വെസ്റ്റ് ബാങ്കിൽ 3 ദശലക്ഷം ഫലസ്തീനികൾ ഇസ്രയേൽ അധിനിവേശത്തിന് കീഴിലാണ് ജീവിക്കുന്നത്. ഇപ്പോൾ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ ഭരണകൂടം മറ്റൊരു നക്ബ സൃഷ്ടിക്കാൻ ശ്രമിക്കുകയാണ്. ഈയിടെ ഇസ്രയേൽ വിദേശകാര്യമന്ത്രി ഇസ്രയേൽ കാറ്റ്സ് ഫലസ്തീൻ ചെറുത്തുനിൽപ്പ് പോരാളികളോട് പോരാടുന്നതിൻ്റെ മറവിൽ വെസ്റ്റ് ബാങ്കിൽ നിന്ന് ഫലസ്തീനികളെ താൽക്കാലികമായി ഒഴിപ്പിക്കുവാനുള്ള ആഹ്വാനം നടത്തിയത് നമുക്കറിയാം. ഈ സംഘർഷം രൂക്ഷമാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഈ പരാമർശം. ഇസ്രയേലിൻ്റെ ഈ ഗൂഢാലോചന കഴിഞ്ഞ വർഷം ഒക്ടോബർ 7 ഗാസ മുനമ്പിൽ യുദ്ധം ആരംഭിച്ചതിന് മുൻപ് തന്നെ രൂപകൽപ്പന ചെയ്ത ഒന്ന് തന്നെയാണ് എന്ന് വ്യക്തം. ഗാസയിലെ ജനസംഖ്യയുടെ 90% പേരും പലതവണ പലായനം ചെയ്യപ്പെട്ട അവസ്ഥയുള്ളവരാണ്. ഇസ്രയേൽ വ്യോമാക്രമണങ്ങളും കര ആക്രമണങ്ങളും വലിയ നാശം തന്നെ ഗസയിൽ വിതച്ചിട്ടുണ്ട്. ഗസയിലെ 2.3 മില്യൺ ജനങ്ങളെ ഈജിപ്തിലെ സിനായി പെനിൻസുലയിലേക്ക് ഒഴിപ്പിക്കാൻ ഇസ്രയേൽ ഗൂഢാലോചന നടത്തിയത് പുറത്തു വന്നതോടെ ഇതിനെതിരെയുള്ള ചെറുത്തുനിൽപ്പ് സമരങ്ങൾ ഇപ്പോൾ രൂക്ഷമാവുകയാണ്. ഗാസയിലേതിന് സമാനമായി വെസ്റ്റ് ബാങ്കിലും പ്രതിഷേധം കനത്തേക്കുമെന്ന മുന്നറിയിപ്പ് ഇസ്രയേൽ ഭീകരവിരുദ്ധ പോരാട്ടമായി വിശേഷിപ്പിക്കാൻ ഇപ്പോൾ ശ്രമിച്ചത് ആകമാനം പ്രശ്ന സഹജമാക്കിയിരിക്കുകയാണ് വെസ്റ്റ് ബാങ്കിനെ. ഇസ്രയേൽ കാറ്റ്സ് പറഞ്ഞത് അധിനിവേശം വെസ്റ്റ് ബാങ്കിന് ഗാസ മാതൃകയിൽ വലിയ നാശം സംഭവിക്കും എന്നാണ്. അതിനർത്ഥം ഗാസ പോലെ വെസ്റ്റ് ബാങ്കും തങ്ങൾ ചുടലപ്പറമ്പാക്കുമെന്ന്. ഗാസയെ രൂക്ഷമായി ആക്രമിച്ചിട്ടും ഗസക്കാർ പോരാട്ടത്തിൽ നിന്നും ഒരടി പോലും പിറകോട്ട് പോവുകയല്ല ചെയ്തത്. അവർ കൂടുതലും ശക്തരും സംഘടിതരുമായി. അഭിപ്രായ വ്യത്യാസങ്ങൾ മറന്ന് ഗാസയിലെ വിവിധ രാഷ്ട്രീയ സംഘങ്ങൾ ഐക്യപ്പെട്ടു. ദുരന്തത്തെ അവർ ഒന്നിച്ചെതിർത്തു. വെസ്റ്റ് ബാങ്കിലെ ഫലസ്തീനികളും ഇപ്പോൾ ഇത് പിന്തുടരുകയാണ്. പ്രതിരോധ പോരാളികൾ, പ്രത്യേകിച്ച് ജനിനിൽ ഇസ്രയേൽ സൈനികർക്കെതിരെ അവർ പോരാടുകയും അവർക്ക് കനത്ത പ്രഹരങ്ങൾ ഏൽക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. വാസ്തവത്തിൽ ഇസ്രയേലിൻ്റെ ആക്രമണ പ്രവർത്തനങ്ങൾ വെസ്റ്റ് ബാങ്കിലെ ഫലസ്തീനികളെ ഒരു നല്ല ഉയർത്തെഴുന്നേൽപ്പിന് സജ്ജമാക്കി എന്നതാണ് പുതിയ അറിവുകൾ. കാരണം അവർക്ക് മുൻപിൽ ഒന്നുകിൽ മരണം അല്ലെങ്കിൽ പോരാട്ടം എന്ന് അവർ തീരുമാനിച്ചുറപ്പിച്ചിട്ടുണ്ട്. ഇസ്രയേലിൽ നിന്നും ഒരു കാരുണ്യവും അവർ പ്രതീക്ഷിക്കുന്നില്ല. 1987 ആദ്യത്തെ ഇൻതിഫാദ, അതിലേക്ക് അവരുടെ ചെറുത്തുനിൽപ്പിലേക്ക് അവരെ പരുവപ്പെടുത്തിയത് നമുക്കറിയാം. ഇത് ഫലസ്തീനികൾക്കെതിരായ ഇസ്രയേലിൻ്റെ ക്രൂരമായ കുറ്റകൃത്യങ്ങൾ അടിച്ചേൽപ്പിക്കുന്നതിൽ നിന്നും ഫലസ്തീനികളെ ഉയർത്തെഴുന്നേൽപ്പിക്കുകയും പോരാടാൻ സന്നദ്ധമാക്കുകയും ചെയ്തു. ഈ കലാപത്തിനു ശേഷമാണ് ഹമാസ് എന്ന സംഘടന പിറവിയെടുക്കുന്നത്. 1993 ഫലസ്തീൻ ഇസ്രയേൽ ചർച്ചകൾ അമേരിക്കയുടെ മധ്യസ്ഥതയിലുള്ള ഓസ്ലോ ഉടമ്പടിയിലേക്ക് കൊണ്ടുപോവുകയും ഓസ്ലോ ഉടമ്പടിയിൽ ഒപ്പുവെക്കുകയും ചെയ്തു. എന്നാൽ ഫലസ്തീനിന് രാഷ്ട്രപദവി കൈവരിക്കുന്നതിലും ഭരണകൂടത്തിൻ്റെ ആക്രമണവും അധിനിവേശവും അവസാനിപ്പിക്കുന്നതിലും ഒരു പുരോഗതിയും ഉണ്ടായിരുന്നില്ല. ഓസ്ലോ ഉടമ്പടി പാലിക്കാൻ ഇസ്രയേൽ വിസമ്മതിച്ച പശ്ചാത്തലത്തിൽ ഫലസ്തീനികൾക്കിടയിൽ നിരാശയും രോഷവും അണപൊട്ടിയൊഴുകി. 2000 രണ്ടാം ഇൻതിഫാദ പൊട്ടിപ്പുറപ്പെടുവാനുള്ള പ്രധാന കാരണങ്ങളിൽ ഒന്നായി ഇത് വിശേഷിപ്പിക്കപ്പെടുന്നു. 2 കലാപങ്ങളിലും ആയിരക്കണക്കിന് ഫലസ്തീനികളെ ഇസ്രയേൽ കൊന്നൊടുക്കുന്നുണ്ട്. ഏകദേശം 11 മാസം മുൻപ് ഒക്ടോബർ 7 ഗാസ അധിനിവേശം ആരംഭിച്ചതിന് ശേഷം ജീവൻ നഷ്ടപ്പെട്ട 650 പേർ ഉൾപ്പെടെ കഴിഞ്ഞ 2 ദശാബ്ദത്തിനിടെ വെസ്റ്റ് ബാങ്കിൽ നിരവധി ഫലസ്തീനികളാണ് ഇസ്രയേലികളുടെ കൈകളാൽ കൊല്ലപ്പെടുന്നത്. അത് സൈന്യത്തിൻ്റെതും കുടിയേറി പാർത്ത ഇസ്രയേൽ പൗരന്മാരുടെ കൈകൾ കൊണ്ടും കൊല്ലപ്പെട്ടതുണ്ട്. ഗസയിൽ നടത്തിയ ക്രൂരമായ ആക്രമണത്തിൽ മരിച്ചവരുടെ എണ്ണം 40,600 കടന്നതോടെ
വെസ്റ്റ് ബാങ്കിൽ ഇസ്രയേൽ കൂടുതൽ ഫലസ്തീനികളെ കൊന്നുകൊണ്ടിരിക്കുകയാണ്. പ്രധാനമായും ഹമാസിന് ഉന്മൂലനം ചെയ്യുന്നതുൾപ്പെടെയുള്ള ഗാസയിലെ ഇസ്രയേലിൻ്റെ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിൽ ഇസ്രയേൽ സൈന്യം പരാജയപ്പെട്ടതോടെ അതിൻ്റെ പരാജയത്തിൽ നിന്ന് ശ്രദ്ധ തിരിക്കുന്നതിന് യുദ്ധം അതിൻ്റെ 330-ാം ദിവസം കഴിയുമ്പോഴും അവർക്ക് നേട്ടമുണ്ടാക്കാൻ സാധിക്കാത്തതിൽ ശ്രദ്ധ തിരിച്ചുകൊണ്ട് മറ്റൊരു രക്തപങ്കിലമായ വെസ്റ്റ് ബാങ്കിനെ സൃഷ്ടിക്കുവാനുള്ള ശ്രമം അവർ തുടരുകയാണ്. ഗാസയിൽ ഹമാസിനെ പരാജയപ്പെടുത്താൻ നെതന്യാഹു ഭരണകൂടത്തിന് കഴിയില്ല എന്ന് ഇസ്രയേലി സൈനിക ഉദ്യോഗസ്ഥരും യുദ്ധമന്ത്രി യോവ് ഗാലന്റും വ്യക്തമായി സമ്മതിച്ചിട്ടുള്ളതാണ്. ഭരണകൂടത്തിൻ്റെ പിടികിട്ടാത്ത യുദ്ധത്തിനിരയാകുന്ന ഇസ്രയേൽ സൈനികരുടെ ശ്മശാന ഭൂമിയാക്കി ഹമാസ് ഗാസ യുദ്ധക്കടത്തെ മാറ്റുന്നതാണ് നാം പിന്നീട് കാണുന്നത്. ഇസ്രയേൽ സൈനിക നടപടികളുമായി മുന്നോട്ടു പോയാൽ വെസ്റ്റ് ബാങ്കിലും സമാനമായ ഒരു സാഹചര്യം തന്നെ സൃഷ്ടിക്കപ്പെടും. ആക്രമണം തുടർന്നാൽ ഇസ്രയേൽ സൈന്യം സ്വന്തം ശവക്കുഴി തോണ്ടുകയും ഭൂമിയിൽ നരകയാതന അനുഭവിക്കുകയും ചെയ്യും എന്ന വിശ്വാസം തന്നെയാണ് കഴിഞ്ഞ റിപ്പോർട്ടിൽ നമ്മൾ പറഞ്ഞതുപോലെ ഇസ്രയേലിന് വേണ്ടി യുദ്ധം ചെയ്യാൻ ഇസ്രയേലിലെ റിസർവ് പട്ടാളക്കാർ ഗാസയിലേക്കോ വെസ്റ്റ് ബാങ്കിലേക്കോ പോവാൻ സമ്മതം മൂളാത്ത അവസ്ഥ സംജാതമാക്കിയിട്ടുള്ളത്. Waytonikah.com, the exclusive Muslim matrimonial site.